IPL 2026 സീസണിലെ ഏറ്റവും ആവേശകരമായ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ അവരുടെ തട്ടകമായ വാങ്കഡ സ്റ്റേഡിയത്തിൽ വെച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് തകർത്തെറിഞ്ഞു. സഞ്ജു സാംസന്റെ ബാറ്റിംഗ് വിസ്മയവും ചെന്നൈ ബൗളർമാരുടെ കൃത്യതയാർന്ന പ്രകടനവും ചേർന്നപ്പോൾ 103 റൺസിന്റെ പടുകൂറ്റൻ ജയമാണ് ചെന്നൈ സ്വന്തമാക്കിയത്. IPL ചരിത്രത്തിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ മുംബൈ ഇന്ത്യൻസ് നേരിടുന്ന ഏറ്റവും വലിയ തോൽവിയാണിത്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സഞ്ജുവിന്റെ സെഞ്ചുറിയുടെ കാര്യത്തിൽ 20 ഓവറിൽ 207 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈയുടെ അക്കീൻ ഹൊസൈനും നൂർ അഹമ്മദും ചേർന്ന് സ്പിൻ ആക്രമണത്തിലൂടെ വെറും 104 റൺസിന് പുറത്താക്കുകയായിരുന്നു. ഈ വിജയത്തോടെ ചെന്നൈ പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തേക്ക് കുതിച്ചു. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുന്നിൽ നിന്ന് നയിച്ചത് സഞ്ജു സാംസന്റെ വീരോചിതമായ ഇന്നിംഗ്സ് ആണ്. വെറും 54 പന്തിൽ നിന്നും 10 ഫോറുകളും 6 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സിന്റെ അവസാന പന്തിൽ ബൗണ്ടറി നേടിയാണ് സഞ്ജു തന്റെ സ്വപ്നതുല്യമായ സെഞ്ചുറി പൂർത്തിയാക്കിയത്. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പും 13 മത്സരങ്ങൾക്കും ശേഷം ബുംറയ്ക്കെതിരെ IPL ആദ്യമായ ഒരു സിക്സർ നേടാൻ സഞ്ജുവിന് ഈ മത്സരത്തിലൂടെ സാധിച്ചു. ലോകോത്തര ബൗളർമാർക്കെതിരെ സഞ്ജു പുലർത്തിയ ആധിപത്യം മത്സരത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി. ക്രിഷ് ഭഗത്ത് എറിഞ്ഞ അവസാന ഓവറിൽ സെഞ്ചുറി തികയ്ക്കാൻ സഞ്ജുവിന് 15 റൺസ് വേണമായിരുന്നു. ആദ്യ പന്തിൽ തന്നെ സിക്സർ നേടി 90കളിലെത്തിയ സഞ്ജു 4ാം പന്തിൽ വീണ്ടും പടികൂട്ടൻ സിക്സർ പായിച്ചു. ഒടുവിൽ അവസാന പന്തിൽ നേടിയ ഫോറിലൂടെ സഞ്ജു 3 അക്കം തികയ്ക്കുകയായിരുന്നു. IPL ചരിത്രത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ സെഞ്ചുറി നേടുന്ന മലയാളി താരമെന്ന ഖ്യാതിയും ഇതോടെ സഞ്ജുവിന് സ്വന്തമായി. ചെന്നൈയെ 207 റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കുന്നതിൽ സഞ്ജുവിന്റെ ഈ ബാറ്റിംഗ് മികവ് നിർണായക പങ്കുവഹിച്ചു. ചെന്നൈ ഉയർത്തിയ കൂറ്റൻ സ്കോറിന് മറുപടി നൽകാൻ ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് വാങ്കഡയിൽ തുടക്കം മുതൽ തന്നെ പിഴച്ചു. ചെന്നൈയുടെ കൃത്യതയാർന്ന ബൗളിംഗും തന്ത്രപരമായ ഫീൽഡ് സെറ്റിംഗും മുംബൈ ബാറ്റർമാരെ വട്ടം കറക്കി. മുംബൈ ബാറ്റിംഗ് നിരയുടെ നട്ടലൊടിച്ചത് വിൻഡീസ് താരം അക്കീൻ ഹൊസൈനാണ്. വെറും 4 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകളാണ് അക്കീൻ വീഴ്ത്തിയത്. ആദ്യ ഓവറിലെ അവസാന പന്തിൽ തന്നെ ഓപ്പണർ ഡാനിഷ് മെലൈവാറിയെ പുറത്താക്കി അദ്ദേഹം വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടു. പിന്നീട് നമാൻ ധീർ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ എന്നീ കരുത്തരെയും അക്കീൽ കളത്തിന് പുറത്തേക്ക് മടക്കി. പവർ പ്ലേയിൽ തന്നെ മുംബൈയുടെ 3 മുൻനിര വിക്കറ്റുകൾ നഷ്ടമായി ക്വിന്റൻ ഡി കോക്കിനെ മുകേഷ് ചൗധരി ബൗൾഡാക്കിയതോടെ മുംബൈ സമ്മർദ്ദത്തിലായി. 6ാം ഓവർ പിന്നിടുമ്പോൾ വെറും 29 റൺസ് മാത്രമാണ് മുംബൈക്ക് നേടാനായത്. അക്കീനൊപ്പം അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദും ചേർന്നതോടെ മുംബൈയുടെ തകർച്ച പൂർണ്ണമായി. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും റൂദർഫോർഡിനെയും പുറത്താക്കി നൂർ അഹമ്മദ് മുംബൈയുടെ പ്രതീക്ഷകൾ അവസാനിപ്പിച്ചു. 24 റൺസ് വഴങ്ങി 2 വിക്കറ്റാണ് നൂർ നേടിയത്. മുംബൈ നിരയിൽ തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ചേർന്ന് 73 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും റൺ റേറ്റ് ഉയർത്താനായില്ല. ഇവർ രണ്ടുപേരും ഒഴികെ മറ്റൊരു ബാറ്റർ പോലും 2 അക്കം കടന്നിട്ടില്ല എന്നത് മുംബൈയുടെ ദയനീയ പരാജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഒടുവിൽ 19 ഓവറിൽ വെറും 104 റൺസിന് മുംബൈ ആൾ ഔട്ടായി. 103 റൺസിന്റെ ഈ തോൽവി IPL ചരിത്രത്തിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ മുംബൈ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയ ഈ ആധികാരിക വിജയം പോയിന്റ് പട്ടികയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെറുമൊരു ജയം എന്നതിലുപരി റൺ റേറ്റിന്റെ വലിയ വ്യത്യാസം ചെന്നൈക്ക് വൻ നേട്ടമായി മാറി. ഈ മത്സരത്തിന് മുമ്പ് പോയിന്റ് പട്ടികയിൽ പിന്നിലായിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് വാങ്കഡയിലെ ജയത്തോടെ 6 പോയിന്റുകളുമായി 5ാം സ്ഥാനത്തേക്ക് കുതിച്ചു. 103 റൺസിന്റെ ഈ കൂറ്റൻ വിജയം ചെന്നൈയുടെ നെറ്റ് റൺ റേറ്റ് ഗണ്യമായി വർദ്ധിപ്പിച്ചു. സ്വന്തം തട്ടകത്തിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയ മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇത്രയും വലിയ തോൽവി മുംബൈയുടെ റൺ റേറ്റിനെ മോശമായി ബാധിച്ചിട്ടുണ്ട്. ഇത് പ്ലേ ഓഫ് സാധ്യതകൾക്ക് കനത്ത വെല്ലുവിളിയാണ്. ബാറ്റിംഗിൽ സഞ്ജു സാംസണും ബൗളിംഗിൽ അക്കീൽ ഹൊസൈനും നൂർ അഹമ്മദ് സഖ്യവും നടത്തിയ പ്രകടനവും ചെന്നൈയെ ടൂർണമെന്റിലെ കരുത്തുറ്റ ടീമുകളിൽ ഒന്നായി വീണ്ടും അടയാളപ്പെടുത്തി. വരും മത്സരങ്ങളിൽ ചെന്നൈക്ക് ഈ ആവേശം തുടരാനായാൽ ആദ്യ 4 സ്ഥാനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. എന്നാൽ മുംബൈക്ക് പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ വരും മത്സരങ്ങളിൽ വലിയ മാർജിനിലുള്ള വിജയങ്ങൾ അനിവാര്യമാണ്. IPL 2026 സീസണിലെ ഏറ്റവും വലിയ ഏകപക്ഷീയമായ വിജയങ്ങളിൽ ഒന്നായി ഈ മത്സരം ക്രിക്കറ്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. സഞ്ജു സാംസന്റെ റെക്കോർഡ് സെഞ്ചുറിയും ചെന്നൈ ബൗളർമാരുടെ തന്ത്രപരമായ നീക്കങ്ങളും വാങ്കഡെ സ്റ്റേഡിയത്തെ പൂർണ്ണമായും മഞ്ഞക്കടലാക്കി മാറ്റി. എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആധിപത്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട ഈ മത്സരം മുംബൈ ഇന്ത്യൻസിന് വലിയൊരു ആത്മപരിശോധനയ്ക്ക് വഴി തുറക്കുന്നതാണ്. 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ബുംറയ്ക്കെതിരെ സിക്സർ നേടിയും മുംബൈക്കെതിരെ സെഞ്ചുറി തികച്ച ആദ്യ മലയാളി താരമായി മാറിയ സഞ്ജു സാംസൺ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഈ വമ്പൻ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തേക്ക് കുതിച്ച ചെന്നൈ തങ്ങളുടെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കിയിരിക്കുകയാണ്. 103 റൺസിന്റെ ഈ വിജയം നൽകുന്ന നെറ്റ് റൺ റേറ്റ് സീസണിലെ അവസാന ഘട്ടത്തിൽ അവർക്ക് വലിയ മുൻതൂക്കം നൽകും. സ്വന്തം കാണികൾക്ക് മുമ്പിൽ നേരിട്ട ഈ ദയനീയ പരാജയം മുംബൈ ഇന്ത്യൻസിന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. വരും മത്സരങ്ങളിൽ വലിയ മാർജിനിൽ വിജയിച്ചാൽ മാത്രമേ അവർക്ക് സെമി ഫൈനൽ റേസിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ.